ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമായ വ്യാപാരമേളയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാരമേള ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസി, ടിമോർ ലെസെ പ്രസിഡന്റ് ജോസെ റമോസ് ഓർട്ട, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ 100ഓളം രാജ്യങ്ങൾ അതിഥി രാജ്യങ്ങളായും 33 രാജ്യങ്ങൾ പങ്കാളികളായും പങ്കെടുക്കും. പരിപാടിക്ക് മുന്നോടിയായി ലോക നേതാക്കളുമായും സ്ഥാപന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ സയ്യിദ് അൽ നഹ്യാനും സംയുക്തമായി അല്പം മുമ്പ് റോഡ് ഷോ നടത്തി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിയമലംഘനം നടത്തുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗത്തിനെതിരെയും ആന്റിബയോട്ടിക്കിന്റെ അപകടം സംബന്ധിച്ചും പൊതുജനങ്ങൾക്കും ഔഷധ വ്യാപാരികൾക്കും ബോധവത്കരണം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ആരോഗ്യ ദുരന്തം ഉണ്ടാക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വഞ്ചൂർ കോടതി ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി തീരുമാനം. ഇന്ന് രാവിലെയാണ് രാഹുലിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തി. ആലപ്പുഴയിലും പാലക്കാടും ഉൾപ്പെടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തൃശൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം 121 കോടി രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 1380 കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി ലഭിച്ചത്. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള നീറ്റ് PG പരീക്ഷ ജൂലൈ 7ലേക്ക് മാറ്റി. മാർച്ച് 3ന് പരീക്ഷ നടത്താനായിരുന്നു മുമ്പ് നിശ്ചയിച്ചിരുന്നത്. പരീക്ഷാ യോഗ്യത നേടുന്നതിനുള്ള കട്ട് ഓഫ് തീയതി 2024 ഓഗസ്റ്റ് 15 വരെയാണ്. ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വക്കം, വെട്ടൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് നടന്ന പര്യടനത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ പങ്കെടുത്തു. ജില്ലയിൽ വലിയവിള, നെട്ടയം എന്നിവിടങ്ങളിലും യാത്ര ഇന്ന് എത്തിച്ചേർന്നു. എറണാകുളം ജില്ലയിൽ പാറക്കടവ്, ചെങ്ങമനാട് പഞ്ചായത്തിലും കോട്ടയം ജില്ലയിലെ കല്ലറയിലും ആലപ്പുഴയിൽ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിലും ഇന്ന് യാത്ര എത്തിച്ചേർന്നു. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര ഇന്ന് വിജയകരമായി പൂർത്തിയാക്കി. കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ, ചൊക്ലി പഞ്ചായത്തുകളിലും മലപ്പുറം ജില്ലയിലെ ഒഴൂരിലും വയലത്തൂരിലും യാത്രയ്ക്ക് ഇന്ന് സ്വീകരണം നൽകി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. PM സ്വനിധി പദ്ധതി ആനുകൂല്യം ലഭിച്ച കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി വിനോദ് ആകാശവാണി വാർത്തകളോട്. ഞാൻ പള്ളിക്കുന്ന് പൊടിക്കുണ്ടിലാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പൈസ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാനിധി പദ്ധതിയിലൂടെ നമുക്കൊരു 10,000 രൂപ നരേന്ദ്രമോദി സർക്കാരിന് വികസിത സങ്കല്പ യാത്രയിലൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ലോട്ടറി എടുക്കണമെങ്കിൽ തന്നെ
5000 രൂപയോളം അത്യാവശ്യമാണ്. അപ്പോൾ ആ പൈസ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇടുക്കി ജില്ല ആദ്യമായി സന്ദർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നിർവഹിച്ചു. LDF പ്രഖ്യാപിച്ച ഹർത്താലിനും SFI, DYFI കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കുമിടയിലായിരുന്നു ഗവർണറുടെ സന്ദർശനം. യോഗം നടക്കുന്ന മർച്ചന്റ് ഹാളിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ പോലീസ് തടഞ്ഞു. നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ബില്ലിൽ ഒപ്പിടാനുള്ള ചുമതല ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർക്കുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി ബിൽ ഗവർണർ തടഞ്ഞുവച്ചിരിക്കുന്നു എന്നാരോപിച്ച് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണറുടെ സന്ദർശനവേളയിൽ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച LDF നടപടി ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇടുക്കിയിൽ ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന് നാണക്കേടായിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ശബരിമല സന്നിധാനത്ത് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. ഈ മാസം 15-നാണ് മകരവിളക്ക്. വൈകുന്നേരം 6:30-ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും തുടർന്ന് മകരജ്യോതി ദർശനവും നടക്കും. തിരക്ക് കണക്കിലെടുത്ത് ക്യൂ കോംപ്ലക്സുകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരക്കുമൂലം ശബരിമല സന്നിധാനത്ത് ഫ്ളൈഓവറിൽ നിന്നും ശ്രീകോവിലിന് മുൻപിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ കൈവരി തകർന്നു. നേരത്തെ തന്നെ കൈവരിക്ക് ബലക്ഷയം ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച തോട്ടം തൊഴിലാളി പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പന്ന്യാർ എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ തൊഴിലാളികൾ സമരം നടത്തി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു. കുടുംബത്തിനുള്ള നഷ്ടപരിഹാരവും ആശ്രിത നിയമനവും വേഗത്തിൽ നൽകുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായകമായ 3-ാം മത്സരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 31 പോയിന്റ് വർദ്ധിച്ച് 71,386-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് ഉയർന്ന് 21,545-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമായ വ്യാപാരമേളയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.